വെൽക്കം ബാക്ക്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ അടുത്ത പാർട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിന്ന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് തുടങ്ങിയ അതിൻ്റെ മറ്റു ചില പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് നമ്മളിന്ന് പ്രധാനപ്പെട്ടതായിട്ട് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ഇലക്ട്രിക് ഡൈപോളാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അതിനാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു പോസിറ്റീവ് ക്യൂ ചാർജ്, ഇവിടെ അത്ര തന്നെ നെഗറ്റീവ് ക്യൂ ചാർജ്. ഇവിടെ രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ രണ്ട് നെഗറ്റീവ് ചാർജ് വേണം. അതാണ് ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ടു ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ദെൻ ദ ഹോൾ സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്നാണ് പറയുന്നത്. രണ്ട് ഈക്വൽ പക്ഷേ ഓപ്പോസിറ്റ് ചാർജസ് ഒരു ചെറിയ ഡിസ്റ്റൻസ് കൊണ്ട് വേർതിരിക്കപ്പെട്ടാൽ അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഡൈ മീൻസ് ടു. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഡൈപോൾ ലെങ്ത്. അതിവിടെ 2a എന്ന് പറയുന്ന ഈ ടേം കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. 2a ഈസ് ടേക്കൺ ആസ് ഡൈപോൾ ലെങ്ത്. ഓക്കെ, ഇലക്ട്രിക് ഡൈപോളിന് നമ്മൾ എക്സാമ്പിൾ ഇവിടെ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് തുടങ്ങിയൊക്കെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. അടുത്തത് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിന് ഇവിടെ ഒരു വാട്ടറിൻ്റെ ഒരു മോളിക്യൂൾ ഞാനൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഡൈപോൾ മൊമെൻ്റാണ്. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ഡൈപോൾ ലെങ്ത്തിനെ ഏതെങ്കിലും ഒരു ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പോസിറ്റീവ് ക്യൂ ആയിരിക്കാം, മൈനസ് ക്യൂ ആയിരിക്കാം. പക്ഷേ പോസിറ്റീവ് ക്യൂ ഇൻറ്റു 2a അങ്ങനെ എഴുതാൻ പാടില്ല. ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. അപ്പോൾ പോസിറ്റീവ് ക്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? വെറും ക്യൂ. നെഗറ്റീവ് ക്യൂവിൻ്റെ ആണെങ്കിലോ വെറും ക്യൂ. ദെർഫോർ ഡൈപോൾ മൊമെൻറ്റ് P ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. അപ്പോൾ 2a എന്ന് പറയുന്നത് ഈ ഡൈപോൾ ലെങ്ത് ആണ്. ക്യൂ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജസ് ആണ്. ആക്ച്വലി ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ സൂചിപ്പിക്കുന്നു. ക്യാപിറ്റൽ ലെറ്റർ P കൊണ്ടാണ് സാധാരണ ഡൈപോൾ മൊമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുക. ബിക്കോസ് സ്മോൾ p ഈസ് ഓൾറെഡി അസൈൻഡ് ഫോർ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം. അതുകൊണ്ടാണ് ക്യാപിറ്റൽ P ഇവിടെ വാക്ക് കൊടുക്കാൻ കാരണമായി. യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ സാധാരണ കൂളംബ് മീറ്ററാണ് കൊടുക്കുന്നത്. കാരണം ചാർജിൻ്റെ കൂളംബ് ലെങ്ത്തിൻ്റെ മീറ്റർ, അങ്ങനെയാണ് കൂളം മീറ്റർ വന്നത്. ഒന്നിന് താഴെ വായിച്ച് നോക്കൂ. ഡൈപോൾ മൊമെൻറ്റ് ഈസ് വെക്ടർ ക്വാണ്ടിറ്റി ഡിറക്റ്റഡ് അലോങ് ദ ലൈൻ ഫ്രം ചാർജ് മൈനസ് ക്യൂ ടു പോസിറ്റീവ് ക്യൂ. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടേക്കാണ്, ഏരോ മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇവിടേക്കാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡിറക്ഷൻ. അപ്പോൾ നമ്മൾ ഡൈപോൾ ആദ്യം കണ്ട നമ്മൾ പോയിൻ്റ് ഇലക്ട്രിക് ഡൈപോളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഡൈപോൾ മൊമെൻ്റാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചത് നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് എ സ്പേസ് സറൗണ്ടിങ് എ ചാർജ് വെയർ ഇറ്റ്സ് ഇഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. അതിനെ പറയുന്ന പേരെന്താ? ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഡൈപോൾ മുഖേന, ഇവിടെ ഒരു ഡൈപോൾ ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കൂ, മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും. അപ്പോൾ AB എന്ന് പറയുന്നത് ഒരു ഡൈപോളാണ്. ഈ ഡൈപോൾ മുഖേന P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതാണ് ഹെഡിങ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് എ പോയിന്റ് ഓർ ആക്ടിങ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ആക്സിസ് എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ഈ ഡൈപോളിനോടെ അതേ ആക്സിസിലൂടെ വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് ആക്സിയൽ ലൈൻ. ആ ആക്സിയൽ ലൈനുമാണ് P എന്നുള്ള പോയിന്റ്. P എന്നുള്ള പോയിന്റ് ഇപ്പോൾ പറഞ്ഞ പ്രത്യേകത കൂടാണ്ട് ഒരു പോയിന്റ് കൂടെ, ഒരു പ്രത്യേകത കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് O എന്ന് പറയുന്നത്. ഓയിൽ നിന്ന് 6 ഡിസ്റ്റൻസ് ദൂരെയാണ് P എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ P എന്ന് പറയുന്ന പോയിൻ്റ് പ്രത്യേകത എന്താ? P ഷുഡ് ബി എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ. സെക്കൻഡ് പോയിന്റ് 6 ഡിസ്റ്റൻസ് എവേ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ. ഈ രണ്ട് പ്രത്യേകതയുള്ള പോയിൻ്റാണ് P എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ആദ്യം A എന്ന് പറയുന്ന പോയിന്റിൽ മുഖേന, അതായത് പോസിറ്റീവ് ക്യൂ മുഖേന P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ആദ്യം കാണണം. ദെയർ ആഫ്റ്റർ മൈനസ് ക്യൂ മുഖേന ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണണം.
ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടി? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി. അതാണ് നമ്മളിവിടെ കാണാൻ ഉദ്ദേശിക്കുന്ന ഹെഡിങ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Therefore, magnitude of electric field at the point P due to positive Q charge. പോസിറ്റീവ് ക്യൂ എന്ന് പറയുന്നത് എ എന്നുള്ള പോയിന്റ് ഇരിക്കുന്നത് കണ്ട് നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡിന് ഇ എ എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ജനറൽ ഫോർമുല 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. ഒന്നുകൂടെ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ 1/4πε0 ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എ പി സ്ക്വയർ കൊടുത്തു. പക്ഷേ ഡയഗ്രത്തിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. ഒയിൽ നിന്ന് എ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ആ ആർ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ, അതായത് ഡൈപോൾ ലെങ്ത്തിൻ്റെ ഹാഫ്, എത്ര ഡൈപോൾ ലെങ്ത്ത്? 2a, അതിൻ്റെ ഹാഫ് കണ്ട എ. അപ്പോൾ ആറിൽ നിന്ന് ഈ എ ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? എ പി കിട്ടി. അപ്പോൾ എ പി സ്ക്വയറിന് പകരം ആർ മൈനസ് എ ഹോൾ സ്ക്വയർ കൊടുത്തു. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി ഡ്യൂ ടു പോസിറ്റീവ് ക്യൂ ചാർജ്. ഇതതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ആൻഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ ഓഫ് കോഴ്സ് അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, എന്തുകൂടി ഉണ്ടായിരിക്കണം? ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിറക്റ്റഡ് ഫ്രം എ ടു പി. അപ്പോൾ എയിൽ നിന്നാണ് പിയിലേക്ക് ഇലക്ട്രിക് ഫീൽഡ്. അത് മറ്റു രീതിയിലൂടെ നമുക്ക് പറയുകയാണെങ്കിൽ പറയാം, എ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ചാർജ് പോസിറ്റീവ് ക്യൂ ആണ്. പോസിറ്റീവ് ക്യൂ എന്ന് പറയുമ്പോൾ എല്ലാ ലൈൻസ് ഓഫ് ഫോഴ്സും സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ക്യൂ ചാർജ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈൻസ് ഓഫ് ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ദിശ. സിമിലർലി ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി ഡ്യൂ ടു പോസിറ്റീവ് ക്യൂ ചാർജ് ഈ ഫോർമുല കിട്ടി. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ 1/4πε0 നെഗറ്റീവ് ക്യൂ. വൈ ദ നെഗറ്റീവ് സൈൻ? ഇറ്റ് ഈസ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. അതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ ബി പി സ്ക്വയർ. അതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ ബി പി ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ഇവിടെ എ പി സ്ക്വയറിന് പകരം ഈ ഫോർമുലയിൽ ബി പി സ്ക്വയർ നമ്മൾ കൊടുത്തു. അത്രയേ ഉള്ളൂ. പക്ഷേ ബി പി എന്ന് പറയുന്നത് ഒ പിക്കും ഒക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്. അത് കൂടാണ്ട് ഈ ഡിസ്റ്റൻസും കൂടി എയും കൂടിയും വേണം. അപ്പോൾ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ കൊടുത്തു. ദിസ് ഈസ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഡിറക്റ്റഡ് ഫ്രം പി ടു ബി. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. നോക്കൂ, രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. ഒന്ന് ഡ്യൂ ടു പോസിറ്റീവ് ക്യൂ ചാർജ്, അതിൻ്റെ ഫോർമുല സ്ഥലത്താണ് ഞാനിപ്പോൾ എൻ്റെ കർസർ വെച്ചിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് whose formula is given by EB is equal to 1/4πε0 minus Q divided by R plus A whole square. Unfortunately, these two electric fields are opposite in direction. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പി എന്നുള്ള പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സമ്മാണ്. കാണാം നമുക്ക്. ഇതാ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ഈസ് ഗിവൺ ബൈ ഇ എ പ്ലസ് ഇ ബി. ഇ എയുടെ ഫോർമുല എഴുതണു, ഇ ബിയുടെ ഫോർമുല എഴുതണു. രണ്ടിലും കോമൺ ടേം 1/4πε0 ആണ്. ശരിയല്ലേ? നോക്കൂ, ഇതാ ഇവിടെ 1/4πε0, ഇവിടെ 1/4πε0. രണ്ടിലും കോമൺ ടേമിനെ പുറത്തെടുത്തു. ബാക്കിയുള്ള ടേമിന് നമ്മൾ ക്യൂ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. നമ്മളിതിൻ്റെ LCM കാണുന്നു. നമ്മൾ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ അതുപോലെ തന്നെ അതിലുള്ള അതിലെ പ്രക്രിയകൾ ചെയ്തതിനു ശേഷം കാൽക്കുലേഷൻസ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫോർമുല ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 4AR ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചിരുന്നു. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എനി വൺ ഓഫ് ദ ചാർജ് ഇൻ ടു ഡൈപോൾ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടുത്തെ 4A എന്നുള്ള ടേമിലത്തെ 2Aയും ഇവിടുത്തെ ക്യൂവും കൂടിച്ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡൈപോൾ മൊമെൻ്റ് കിട്ടും. Therefore E is equal to 1/4πε0 P, പിന്നെ ഈ നാലിലത്തെ അവശേഷിക്കുന്ന രണ്ടും ഇവിടുത്തെ ആറും 2R ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. പക്ഷെ ഇവിടെ ഒരു അസംഷൻ എടുക്കുകയാണ്. അസംഷൻ ഇതാണ്, എ മുതൽ ഒ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡൈപോൾ ലെങ്ത്തിൻ്റെ ഹാഫാണ്. പക്ഷേ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇലക്ട്രിക് ഡൈപോളിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസാണ്. ഈ ആറുമായി കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ കുറവാകയാൽ
ഇവിടെ നിന്ന് വായിച്ച് നോക്കൂ. ബട്ട് എ ഫാർ ലെസ് ദാൻ ആർ, ദെൻ ഇവിടുത്തെ എ സ്ക്വയർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. Therefore, E is equal to 1 by 4 pi epsilon 0 p into 2r divided by r square whole square. അപ്പോൾ ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ പറയുമ്പോൾ ആർ റൈസ് ടു 4 കിട്ടി. ആർ റൈസ് ടു 4ഉം ഇവിടുത്തെ ആറും ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെ 1 by 4 pi epsilon 0 2p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് കിട്ടി. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദ ആക്സിയൽ ലൈൻ. ഇതാണ് നമ്മുടെ കാണാനുള്ള ഉദ്ദേശമായിരുന്നത്. അതിൻ്റെ ഫോർമുലയാണ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. 1 by 4 pi epsilon 0 2p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്ഡ്. ആൻഡ് ഡിറക്ഷൻ ഓഫ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ്, ഒന്നുകൂടെ നോക്കണം, ഈ ടോട്ടൽ നമ്മൾ പോസിറ്റീവ് ക്യൂ മുഖേനയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. അത് ഇ എ വിച്ച് ഈസ് ഡിറക്റ്റഡ് ഫ്രം എ ടു പി, വൈൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് അറ്റ് ദ പോയിന്റ് പി ഈസ് ഡിറക്റ്റഡ് ഫ്രം പി ടു ബി. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിറക്ഷൻ ഓഫ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് എ പി. എന്തുകൊണ്ടാണ് എയിൽ നിന്ന് പിയിലേക്ക് ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആവാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, പി എന്ന് പറയുന്ന പോയിന്റിനോട് നിയറസ്റ്റ് പോയിന്റിൽ കിടക്കുന്ന ചാർജ് പോസിറ്റീവ് ക്യൂ ആണ്. സോ ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ നെഗറ്റീവ് ക്യൂ ചാർജ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അഥവാ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിറക്റ്റഡ് ഫ്രം എ ടു പി എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 by 4 pi epsilon 0 2p by r ക്യൂബ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഫോർമുലയാണ്. ഡിറക്ഷൻ എന്ന് പറയുന്നത് അലോങ് എ പി ആണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദ ആക്സിയൽ ലൈനിൻ്റെ ഫോർമുല. അടുത്ത പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. നോക്കൂ, പഴയ പോലെ തന്നെ എ ബി എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഡൈപോളാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ പോസിറ്റീവ് ക്യൂ ചാർജും ബി എന്ന് പറയുന്ന പോയിന്റിൽ മൈനസ് ക്യൂ ചാർജും വെച്ചിരിക്കുന്നു. As told earlier, AB means it is a dipole length. It is taken as 2A. O be the origin or half point or midpoint between the dipole length AB. Okay. Axial line എന്ന് പറയുന്നത് ഞാനിവിടെ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് വരച്ചിട്ടുള്ള തന്നെ പറയുന്ന പേരാണ് ആക്സിയൽ ലൈൻ. സോറി, ആക്സിയൽ ലൈൻ അല്ല, ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ പി ഒ എന്ന് പറയുന്നതാണ് ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്ന പോയിൻ്റാണ് ഇവിടെ ഞാൻ എൻ്റെ കർസർ കൊണ്ട് നീക്കുന്നത്. ഓക്കെ, ഈ പി എന്നുള്ള പോയിൻ്റ് ഇപ്പോൾ എടുക്കുന്നത് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, പി ഈസ് എ പോയിൻ്റ് വെൽ ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ, ആൻഡ് സെക്കൻഡ് പോയിൻ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ എവേ ഫ്രം ദ മിഡ് പോയിൻ്റ് ഒ. ഈ രണ്ട് പ്രത്യേകതയുള്ള പോയിൻ്റാണ് പി എന്ന് പറയുന്നത്. നമ്മുടെ എയിം എന്താ? ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിൻ്റ് പി എന്നുള്ളതാണ്, ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ എ ബി. ഇതാണ് എ ബി എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ വിത്ത് ഡൈപോൾ ലെങ്ത് 2a. എക്കും ബിക്കും ഇടയ്ക്കുള്ള ലെങ്ത്താണ് 2a എന്ന് പറയുന്നത്. കൺസിഡർ എ പോയിന്റ് പി ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. ഓക്കെ, നമ്മൾ പഴയ പോലെ തന്നെ പി എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോകുന്നു ഡ്യൂ ടു പോസിറ്റീവ് ക്യൂ ചാർജ്. അത് ആദ്യം കണ്ടുപിടിക്കുന്നു. ദെൻ വീണ്ടും മൈനസ് ക്യൂ ചാർജ് മുഖേന ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു പി എന്നുള്ള പോയിന്റിലെ. അപ്പോൾ ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ, ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാം. അതല്ല മറ്റെന്തെങ്കിലും പ്രത്യേകത ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്യുമ്പോൾ, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു പോസിറ്റീവ് ക്യൂ ചാർജ് ഇ എസ് ഈക്വൾ ടു 1 by 4 pi epsilon 0 ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് ഏതാ? എ പി, അതിൻ്റെ സ്ക്വയർ. ആൻഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആക്ടിങ് ഫ്രം എ ടു പി. ഇവിടെ ഇ എ കാണിച്ചിരിക്കുന്ന പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, ഫ്രം ദ ട്രയാങ്കിൾ പൈത്തഗോറസ് തിയറം പ്രകാരം എ ഒ പി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന്, ഓക്കെ, എ ഒ പി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് എ പി സ്ക്വയർ ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ പൈത്തഗോറസ് തിയറാണ്. ഒ എ എന്ന് പറയുന്നത് ഡൈപോൾ ലെങ്ത്തിൻ്റെ ഹാഫ് ആയതുകൊണ്ട്, ഒ എ എന്ന് പറയുന്നത് ഡൈപോൾ ലെങ്ത്തിൻ്റെ ഹാഫ് ആയത് നമ്മൾ എ സ്ക്വയർ കൊടുത്തു. ഒ പി എന്ന് പറയുന്നത് ആർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ആർ സ്ക്വയർ കൊടുത്തു. ഓക്കെ, ദെർഫോർ ഈ ഫോർമുല നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതുന്നു. 1 by 4 pi epsilon 0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇതാണ് ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ക്യൂ ചാർജ്, ആൻഡ് ഇറ്റ് ഈസ് ഡിറക്റ്റഡ് from A to P whose magnitude is taken as 1 by 4 pi epsilon 0 q divided by
ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് വേണം? മൈനസ് ക്യൂ ചാർജ് മുഖേന പി എന്നുള്ള പോയിന്റ് ഉണ്ടാക്കപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണണം. അതിൻ്റെ ദിശ മാർക്ക് ചെയ്യണം. ക്ലിയർ? ഇതാ കാണാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് വിച്ച് ഈസ് ടേക്കൺ ആസ് 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ബി പി സ്ക്വയർ. ബി പി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ കാണാമല്ലോ, ഇത് എഴുതിച്ചോണം. ഫ്രം ഫിഗർ 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ബി പി സ്ക്വയർ എന്ന് പറയുന്നത് നേരത്തെ കണ്ട പോലെ തന്നെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സംശയം ഇവിടെ നോക്കാം. പൈത്തഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം. ബി പി സ്ക്വയർ എന്ന് പറയുന്നത് ഒ ബി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ. ഒ ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. ഒ പി എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ ആർ സ്ക്വയർ എടുത്തു. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ആൻഡ് ഒരു പ്രത്യേകത ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിറക്റ്റഡ് ഫ്രം പി ടു ബി ബിക്കോസ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടേക്കാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. പോസിറ്റീവ് ക്യൂ ചാർജ് മുഖേന ഇലക്ട്രിക് ഫീൽഡ് ഇ എ ഇവിടേക്കും, മൈനസ് ക്യൂ ചാർജ് മുഖേന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരേ ദിശയിലാണ് ആക്റ്റീവ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ആഡപ്പ് ചെയ്യായിരുന്നു, സം ചെയ്യായിരുന്നു. ഓപ്പോസിറ്റ് ആണെന്നെങ്കിൽ നമ്മൾ ആക്സിയൽ ലൈൻ്റെ കണ്ട പോലെ തന്നെ മൈനസ് ചെയ്യാമായിരുന്നു. ഇവിടെ സെയിം ഡയറക്ഷനും അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനും അല്ല. സ്വാഭാവികമായും നമ്മൾ മറ്റൊരു മെത്തഡോളജി കൂടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി ഡ്യൂ ടു ഡൈപോൾ നമ്മൾ കാണാൻ ബാധ്യസ്ഥരായി. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസായിട്ട് വേർതിരിക്കുന്ന പ്രക്രിയയോ അല്ലെങ്കിൽ പാരലോഗ്രാം മെത്തേഡോ. കഴിഞ്ഞ തവണ നമ്മൾ വെക്റ്റർ അഡീഷനും പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിക്കാനുണ്ടായി. ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷനും. അതിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ഇവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കമ്പോണൻസിന് ടേമിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എന്തിനാവട്ടെ, അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി ഈസ് ഗിവൺ ബൈ ഇ എ പ്ലസ് ഇ ബി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എ ആൻഡ് ഇ ബി ആർ സെയിം ബട്ട് ഡയറക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന്. കാരണം എന്താ, 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 സെയിം തന്നെയാണ്, 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ബട്ട് ഡിറക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ മറന്നു പോയിൻ്റ് അല്ലെന്ന് ഇരിക്കുന്നതാ. ഈ എ എന്ന് പറയുന്നതിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് വരയ്ക്കുന്നു. ഒന്ന് ഇ എ കോസ് തീറ്റ, രണ്ട് ഇ എ സൈൻ തീറ്റ. രണ്ട് കമ്പോണൻസിൽ ഒന്ന് ഇ എ കോസ് തീറ്റ വരയ്ക്കുന്നു, രണ്ടാമത്തെ കമ്പോണൻറ്റ് ഇ എ സൈൻ തീറ്റ വരയ്ക്കുന്നു. ഓക്കെ, സിമിലർലി ഇ ബി എന്ന് പറയുന്ന, ഇ ബി മറന്നിട്ടാവില്ല എന്ന് വിചാരിക്കുന്നു, പി മുതൽ ബി വരെയുള്ളതാണ് ഇ ബി എന്ന് പറയുന്നത്. ഈ പി ഇ ബിക്ക് നമുക്ക് രണ്ട് കമ്പോണൻസ് വരയ്ക്കുന്നു. ഒന്ന് ഇ ബി കോസ് തീറ്റ, രണ്ട് ഇ ബി സൈൻ തീറ്റ. ഈ ഡോട്ടർ ലൈൻസ് കാണിച്ചിരിക്കുന്നു. ഇവിടെ ഇ ബി സൈൻ തീറ്റയും ഇ എ സൈൻ തീറ്റയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, വൈൽ ഇ എ കോസ് തീറ്റ ആൻഡ് ഇ ബി കോസ് തീറ്റ ആർ ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 2 ഇ എ കോസ് തീറ്റ കിട്ടി. ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 2 ഇ എ കോസ് തീറ്റ കിട്ടണേ? ഒരു സംശയമില്ല. ഇ എ എന്ന് പറയുന്നതും ഇ ബി എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ കണ്ടിരുന്നു. നോക്കൂ, ഈ ക്വാണ്ടിറ്റിയും ഈ ക്വാണ്ടിറ്റി സെയിം ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 2 ഇ എ കോസ് തീറ്റ കിട്ടിയത്. ആൻഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് പി ആർ. ഓക്കെ, ഫ്രം ട്രയാങ്കിൾ എ ഒ പി. എ ഒ പി മറന്നിട്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എ ഒ പി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് തീറ്റ എവിടെയാണെന്ന് മറന്നു പോകരുത് കേട്ടോ. തീറ്റ എവിടെ നിന്ന് മറന്നു പോകരുത്. നോക്കൂ, ഫ്രം ട്രയാങ്കിൾ എ ഒ പി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇനി കാണുക, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എ അല്ലേ, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അത് നമ്മൾ കൊടുക്കുന്നു. ആർ ഡിവൈഡഡ് ബൈ എ പി ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, നമ്മൾ റൂട്ട് മാറ്റി അതിനെ ഓർഡർ റൈസ് ടു 1/2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ ഇ എ ആൻഡ് കോസ് തീറ്റ. ഇയുടെ വാല്യൂ നമുക്കറിയാം 1/4πε0. സംശയം നമുക്ക് പിൻഭാഗത്ത് പോയി നോക്കാം.
1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് ഇയുടെ വാല്യൂ. അത് നമ്മൾ കൊടുത്തു. ഇവിടുത്തെ ഈ ഇക്വേഷനിൽ 2 ഇൻറ്റു ഇ ഐക്ക് പകരം നമ്മൾ ആ ഫോർമുല കൊടുത്തു. കോസ്റ്റിറ്റിക്ക് പകരം നമ്മൾ ഈ ഫോർമുല കൊടുത്തു. നമുക്ക് ഇങ്ങനെ കിട്ടി. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. therefore 1/4πε0 2QA ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഓക്കെ, 2QA എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്. നമ്മൾ പി എന്ന ലെറ്റർ കൊടുത്തു. അപ്പോൾ ഈ ഈസ് ഈക്വൽ ടു 1/4πε0 പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈപോൾ ലെങ്ത്തിൻ്റെ ഹാഫാണ് എ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഫാർ ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് ആർ. സോ എ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എ സ്ക്വയർ ടേം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2, 2ഉം 2ഉം ക്യാൻസലായിപ്പോയി, ആർ ക്യൂബ്ഡ് കിട്ടി. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അലോങ് ദ ഇക്വറ്റോറിയൽ ലൈൻ്റെ ഇക്വേഷൻ. അലോങ് ദ ആക്സിയൽ ലൈൻ്റെ ഇക്വേഷൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഫോർമുല ഇതായിരുന്നു, ഇ ഈസ് ഈക്വൽ ടു 1/4πε0 2p/r³ ആയിരുന്നു അലോങ് ദ ആക്സിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈനിന് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 p/r³ ആണ്. ശ്രദ്ധിക്കുക. ആൻഡ് ഹിയർ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് ആക്ടിങ് അലോങ് പി ആർ. ഈ വ്യത്യാസം മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ പറയേണ്ടത്. തൽക്കാലം നമ്മൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും.